സോ ഇതാണ് ഇവിടെ സോളിലെ സൗത്ത് കൊറിയയിലെ ഏറ്റവും വലിയ സാംസങ്ങിൻ്റെ ബിൽഡിങ്. ഇറ്റ്സ് 5 floors. അത് നമ്മൾ ഓരോന്നും കണ്ടു നടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അമ്പട. സോ ഇതാണ് ഫസ്റ്റ് ഫ്ലോർ. വീണ്ടും മറ്റേ 24-ൻ്റെ പ്രീ ഓർഡറിന് മാത്രം ഉണ്ടായിരുന്ന നിറമൊക്കെ ബ്രൗണും ഗ്രീനും. S24+ അത് FEക്ക് കിട്ടിയ നിറം പോലെ. ആൻഡ് ദ ബ്ലൂ കൊള്ളാം കേട്ടോ. പിന്നെ ഉള്ളതേ ദിസ് ഇസ് വാച്ച് 5 Pro അല്ലേ? വാച്ച് 5 Pro ആണ്. ഇത് ക്ലാസിക് വാച്ച് 6 ആൻഡ് സ്ട്രാപ്പ് ഓപ്ഷൻസും ഗാലക്സി വാച്ച് 6 ഇതായിരിക്കുന്നു. അതൊക്കെ അപ്സ്റ്റേഴ്സ് ഒന്ന് പോയി നോക്കട്ടെ, കാണാൻ പറ്റുമോ? ഒരു മനുഷ്യനെയും കാണാനില്ല കേട്ടോ, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല മേലോട്ട് പോകാൻ പറ്റുമെന്ന്. അയ്യോ, സാംസങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ആ ചേച്ചി കണ്ട, ആ ചേച്ചി എൻ്റെ ജാക്കറ്റ് കണ്ട് ചോദിച്ചു കേട്ടോ, ഞാൻ സാംസങ്ങിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു അല്ല, എനിക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ വെറുതെ കിട്ടിയതാണ്. സാംസങ് ഇന്ത്യയുടെ കൂടെ നമുക്കൊരു ചെറിയ പരിപാടിയുണ്ട്, അപ്പം കൊറിയയിലേക്ക് വന്നപ്പോഴത്തേക്കും സാംസങ് സ്റ്റോർ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വലിയ സംഭവം ഒന്ന് പുള്ളിക്കാരി ഓർത്തോട്ടെ, ചാനൽ പേരൊന്നും ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ദിസ് ദ ഫസ്റ്റ് ഫ്ലോർ. അഗൈൻ ഇവൻ്റെ കസ്റ്റമൈസബിൾ കവേഴ്സ് ഇവിടെ ഉണ്ട്, നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല. പക്ഷേ കസ്റ്റമൈസബിൾ കവേഴ്സും സാധനങ്ങളും എല്ലാം സാംസങ്ങിന് തന്നെ ഉണ്ട് ഇവിടെ. അതാണ് ഒരു നല്ല കാര്യം. ആൻഡ് ദെൻ വീണ്ടും വാച്ച് സ്ട്രാപ്പും അതിൻ്റെ കസ്റ്റമൈസേഷനും കുറേ വാച്ചുകളെല്ലാം ഉണ്ട്. ബേസിക്കലി എവറി പ്രോഡക്റ്റ് പോസിബിൾ ഇവിടെ സാധനം ഉണ്ട്. പക്ഷേ ഇത് ഒരു ഫ്ലോറേ ആയിട്ടുള്ളൂ, ഇനിയുണ്ട് മേളിലോട്ട്. ഐ തിങ്ക് 4 ഫ്ലോറും കൂടെ. ഇതിൻ്റെ അപ്പർ സൈഡ് ഞാൻ നോക്കിയില്ല, അതിൻ്റെ അപ്പർ സൈഡും കൂടെ ഞാൻ നോക്കിയിട്ട് വരാം. ഐ തിങ്ക് ഇത്ര ഉള്ളൂ എന്ന് തോന്നുന്നു. ഇതിൻ്റെ മുകളിലേക്ക് ഇനിയൊന്നും ഇല്ലല്ലോ, ഞാനൊന്നും മിസ്സായില്ലല്ലോ. ഇതിൻ്റെ മുകളിലേക്ക് ഇനിയും ഉണ്ടോ എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ ഐ തിങ്ക് വി ആർ അപ്പ് ഹിയർ ഓൺ ദ ടോപ്പ്. ഓപ്പൺ പ്ലേ ഗ്രൗണ്ട് അത് എഴുതിയേക്കുന്നത് എനിക്കറിയില്ല, ഞാനിത് വായിച്ച് പറഞ്ഞ ഓപ്പൺ പ്ലേ ഗ്രൗണ്ട് അതിന് അടച്ചിട്ടേക്കാം. ഞാനിപ്പോൾ ചാർജറിൻ്റെ സാധനം നോക്കിയപ്പോഴേ നമ്മുടെ നാട്ടിലത്തേനേക്കാളും വില കൂടുതലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ചില ഇതിൽ ഞാൻ 7,500 രൂപ എന്നൊക്കെയല്ലേ കണ്ടത്, നമ്മൾ ആമസോണിൻ്റെ അകത്ത് അങ്ങനെയുണ്ട്. ഇവിടെ ആ ഡ്യൂവോയിൽ ഞാൻ നോക്കിയതിന് 86,400 പൗണ്ട് എന്ന് പറഞ്ഞൊരു 5,000 രൂപ, 5,500 രൂപയാണ്. അതിൻ്റെ ട്രിയോ ചാർജ് നോക്കിയപ്പോഴത്തേക്കും 96,600 എങ്ങാണ്ട്. അതും ഒരു 6,000, 6,500 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഞാനത് മേടിക്കണമെന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ അഗൈൻ വയർലെസ് ചാർജർ ഞാനങ്ങനെ ഉപയോഗിക്കാൻ സാധ്യത കുറവാണ്. ഞാൻ ഫുൾ ടൈം ജസ്റ്റ് കുത്തിയിട്ടിട്ടാണ് പരിപാടി ചെയ്യുന്നത്. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് ആ മോണിറ്റർ അങ്ങ് ഇഷ്ടപ്പെട്ടു. അതിലെങ്ങനെയാണ് നമ്മൾ ഗെയിം കളിക്കാൻ പോകുന്നത് അറിയത്തില്ല, പക്ഷേ ആ മോണിറ്റർ കൊള്ളാം കേട്ടോ. ഇറ്റ്സ് ഹ്യൂജ്. ആ മോണിറ്റർ OLED അത് കണ്ട, ഇറ്റ്സ് എ ഹ്യൂജ് വൈഡ് ആംഗിൾ. എനിക്ക് ഈ അമർതാഞ്ചിൻ്റെ കവർ കണ്ടോ, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ബഡ്സ് 2 Pro വെക്കാനുള്ള കവറാണ്. ഇതുണ്ട് അമർതാഞ്ചിൻ്റെ, അമർതാഞ്ചൻ കവർ കണ്ടോ, എനിക്കത് ഇഷ്ടപ്പെട്ടു.
32,100 മിൽക്ക് കാർട്ടൺ. ഇതേ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് 28,900. ഇതേ പുറകിലെ ചാർജിങ് സാധനം. ഇവിടെ നമുക്ക് മിൽക്ക് കാർട്ടൺ തുറക്കാം. സോ ശരിക്കും ഇതിൻ്റെ ഏറ്റവും മേളത്തെ ഫ്ലോറായിരുന്നു ഗെയിമിംഗ് ഏരിയ. ഓൾ ദീസ് എനിക്ക് ശരിക്കും വേണം എന്നുണ്ടായ സാധനങ്ങൾ. സാഡ്ലി അത് ഇറ്റ് ഇസ് ക്ലോസ്ഡ്. അവർ എനിക്ക് തോന്നുന്നു റിപ്പയറിൻ്റെ ആണോ അത് വേറെ എന്തെങ്കിലും സംഭവമാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇറ്റ് ഈസ് ക്ലോസ്ഡ് സാഡ്ലി. അവിടെ വലിയ 87 ഇഞ്ച് 4K എന്തോ LED സ്ക്രീനും മറ്റതും മറിച്ചതും കുറേ ഗെയിം പ്ലേ എക്സ്പീരിയൻസും ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ സാഡ് ഫോർ അസ് നമുക്ക് അതിനുള്ള ഭാഗ്യമില്ല. ഓ വെൽ, ഇനി എൻ്റെ അടുത്ത സ്ഥലം. അപ്പോൾ ഇത് കഴിഞ്ഞു. ദാറ്റ് വാസ് എ സാംസങ് ബിൽഡിംഗ്. അതായിരുന്നു സാംസങ്ങിൻ്റെ നോ പ്രൊമോഷൻ, സാംസങ്ങിൻ്റെ സ്റ്റോർ അതായിരുന്നു. ഇനി എൻ്റെ ഉദ്ദേശം നമുക്ക് സ്റ്റാർഫീൽഡ് ലൈബ്രറി പോവാം. ഇവിടെ നിന്ന് എങ്ങനെ അങ്ങോട്ടേക്ക് പോകാമെന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ. ഇതോട്ട് പോകുന്നതിന് മുമ്പേ ഞാൻ എന്തെങ്കിലും ഒന്ന് വലിച്ചിരുന്നാലോ എന്ന് ആലോചിക്കുകയാണ്. ഇത് കണ്ട ഇറ്റ്സ് ലൈക്ക് വീണ്ടും നമ്മുടെ ഫസ്റ്റ് സ്ട്രീറ്റ് ഫുഡ് സാധനമാണ്. ഞാൻ തിന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമുള്ള ഹോട്ട് ഡോഗ് ചേട്ടനാണ്. ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള ഒരു സാധനം ഇതാണ്. ഇത് ഫസ്റ്റ് ആയിരിക്കത്തില്ല, ഐ മീൻ ഇത് ഇസ് ദ ഫസ്റ്റ് വൺ, പക്ഷേ ഇറ്റ്സ് ഡെഫിനറ്റ്ലി നോട്ട് ഗോയിങ് ടു ബി ദ ലാസ്റ്റ്. നമ്പർ 4 ആണ് മേടിച്ചേക്കുന്നത്. നമ്പർ 4 എന്ന് പറഞ്ഞാൽ ഇത് സ്പൈസി കറിയും അതിൻ്റെ കൂടെ ലൈക്ക് ഹോട്ട് ഡോഗും, ഈ 2000 കൊണ്ട് ആ സാധനമാണ് ഞാൻ എടുത്തേക്കുന്നത്. സ്പൈസി കറി, ചീസും ഹോട്ട് ഡോഗും. സാധനം കിട്ടി. മധുരം വേണമെങ്കിൽ മധുരം, ഏത് ചീസ്, കെച്ചപ്പ്, സ്പൈസി സോസ് ഏത് വേണമെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ എടുത്തില്ല. അകത്ത് ചീസ് പറഞ്ഞേക്കുന്നൊരു ചീസുണ്ട്. പക്ഷേ ദ ബെസ്റ്റ് പാർട്ട്, ഫസ്റ്റ് ഹാഫ് ചീസ്, സെക്കൻഡ് ഹാഫ് സോസേജാണ്. കൊള്ളാട്ടോ, എനിക്കിഷ്ടപ്പെട്ട സാധനം. ഇപ്പോൾ മറ്റേ ഫോണിൻ്റെ ചാർജ് കളയാണ്ടിരിക്കാനായിട്ട് ഞാൻ വീണ്ടും S23 വന്നേക്കുവാണ്. അപ്പുറത്തേലാണ് സിം കാർഡൊക്കെ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഡേറ്റ് പോയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്താണ്ട് ഞാൻ പാടുപെടും. കറൻ്റ്ലി നമ്മൾ കോഎക്സ് മോഡലാണ് നിൽക്കുന്നത്. പുറകിൽ സ്റ്റാർഫീൽഡ് കോഎക്സ് ആൻഡ് ഇത് വീണ്ടും കോഎക്സ് മോഡലിൻ്റെ ആ ഒരു ഇൻറ്റീരിയറാണ്. ഈ പുറകിൽ കാണുന്ന സാധനം ഉണ്ടല്ലോ, ഇതാണോ ആ 3D സ്ക്രീൻ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എവിടെ? അയ്യോ, അത് തന്നെ, ആ മണ്ടേ കാണുന്ന 3D സ്ക്രീൻ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ മോളുടെ പുറത്ത് പോയിട്ട് നോക്കേണ്ടി വരും. പക്ഷേ ഇപ്പോഴത്തേക്ക് എൻ്റെ മെയിൻ അജണ്ട ഈ ഒരു സ്റ്റാർഫീൽഡ് ലൈബ്രറി കാണാൻ പോലാണ്. സോ അതാ കുറേ റീലും കുറേ കുന്ത്രാണ്ടും അത് ഇത് എല്ലാത്തിൻ്റെ അകത്തും ആൾക്കാർ സൂം ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണത്. സോ നോക്കണം. VCT പസഫിക്. ഇത് നോക്കി, ഇത് കണ്ടോ, ഇത് കണ്ടോ VCT പസഫിക് സ്റ്റേജ് 1 4/6. അത് 6/4 എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 6-ാം തീയതി. ഏപ്രിൽ 6-ാം തീയതിയോ? ബൈ ദ വേ ഇത് തന്നെയാണ് കേട്ടോ ആ 3D സ്ക്രീന്. ഇവിടെ 3D ആയിട്ടൊന്നും ഇപ്പോൾ പ്ലേ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഇത് തന്നെയാണ് ആ 3D സ്ക്രീന്. സാഡ്ലി വല്ല ഡൈനോസറൊക്കെ വന്ന് നമ്മൾ പിടിക്കുന്ന പോലത്തെ സാധനങ്ങളൊക്കെ കാണുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ നമുക്ക് അതിനുള്ള ഭാഗ്യമില്ല. അത് V അല്ലായിരുന്നു ആണ്. എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ എങ്ങാണ്ടേക്കൊക്കെ കയറി വരുന്നുണ്ട്, അറിയത്തില്ല എന്താ സംഭവം. ഓ എടാ, മറ്റേ ബാൻഡ് മെമ്പേഴ്സാണ്. ദാറ്റ്സ് ബ്ലാക്ക് പിങ്ക്. ഇതായിരിക്കുന്നു. ദാറ്റ്സ് ജെനി, ജിസോ, പിന്നെയും ജെനി, ജിസോ. ഓ മൈ ഗോഡ്. It's like a wall. It's like a wall of photos. They pinned Blackpink. Stray Kids Blackpink 2 PM. I think. Where are they?
ഒഫീഷ്യൽ ലൈറ്റ് സ്റ്റിക്സ് ഫോർ നമ്മുടെ ഈ ബാൻഡുകളുടെയൊക്കെ. എനിക്ക് ഏതാ ബാൻഡ് പോലും എനിക്കറിയില്ല, പക്ഷേ എല്ലാം 42,000 48,000 ഒക്കെയാണ് കൊറിയൻ വോൺ എൻ്റെ വില. ഇത് എസ്പ, അതെനിക്കറിയാവുന്ന ബാൻഡാണ്. ട്വൈസിൻ്റെ, പക്ഷെ അതിന് എഴുതിയിട്ടില്ല, അതിന് മാത്രം പ്രൈസ് കാണിച്ചിട്ടില്ല. NCT. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ 42,000 43,000 ആണ്. വീണ്ടും BTSൻ്റെ ഒന്നും ഇല്ല കേട്ടോ. കോൺസെർട്ട് നടത്തുന്നവന്മാരുടെ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. GOT7 ഒക്കെ ഉണ്ടല്ലോ അത്. GOT7 അതിന് 53,000. അപ്പോൾ ഡെഫിനറ്റ്ലി മറ്റേ BTSും സാധനങ്ങളും വരുമ്പോഴത്തേക്കും ദാറ്റ് ഇസ് ഗോയിങ് ടു കോസ്റ്റ് ലോട്ട് മോർ. ഇതിപ്പോൾ എത്ര 3rd ഫ്ലോർ എങ്ങാണ്ടാണ് കേട്ടോ. പക്ഷേ ഇവിടെയാണ് നിങ്ങളെ സാധനങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. മറ്റേ യു ഗെറ്റ് ദി എക്സ്പീരിയൻസ്, വോക്കൽ, മറ്റേ ഡാൻസ്, കോച്ചിങ്, കുന്തലാണ്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഓരോ സെക്ഷൻ കണ്ടില്ലായിരുന്നോ. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ 4th ഫ്ലോറിലാണ്. വീണ്ടും കൊറിയൻ ഡ്രാമ, K-pop ആക്ച്വലി ഫോളോ ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടമുള്ള ആളോ ആണെങ്കിലത്തേക്കും ദിസ് ഇസ് ലൈക്ക് ഹെവൻ. ഇതിൽ കുറേ ബാൻഡൊന്നും എനിക്ക് അറിയത്തില്ല. കുറേ ബാൻഡൊന്നും എനിക്കറിയത്തില്ല. കുറേ പേരെയൊക്കെ എനിക്കറിയാം. ഉമ്മാരേതാടെ ആരെങ്കിലും കുറയാവോ? ഉമ്മാരേതാന്ന് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ. 0 Base 1 അതേതാണ്? ഐ ഡോണ്ട് നോ ദോസ് പീപ്പിൾ. 0 Base 1 അവന്മാരെ എനിക്കറിയത്തില്ല കേട്ടോ. ബട്ട് ലേസർ അസാമിനെ എനിക്കറിയാം. ഇത് കണ്ടോ, 0 Base 1 എനിക്കറിയത്തില്ല. ഈ സംഭവം എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. KTown4U.cox. There's an entire building dedicated to K-pop and stuff. എനിക്കത് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ കയറാണ്ട് പോയിരുന്നെങ്കിൽ ഞാൻ ശരിക്കും ഞാൻ മിസ്സായേനെ. ഐ ലവ് K-pop. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നോക്കട്ടെ, വേറെ ആ സൈഡിലേക്കൊന്നും ഇല്ലല്ലോ. ആ സൈഡിലേക്ക് വല്ലതും ഉണ്ടോ? ആ സൈഡിലേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ നോക്കട്ടെ, സ്റ്റാഫി ലൈബ്രറി കണ്ടുപിടിക്കട്ടെ ആദ്യം, എന്നിട്ട് വേണം അടുത്ത സ്ഥലത്തോട്ട് നോക്കാനായിട്ട്, നീങ്ങാനായിട്ട്. ഇതാണ് സ്റ്റാർഫീൽഡ് ലൈബ്രറി. അയ്യോ, ദൈവമേ, ഒരു മനുഷ്യൻ്റെ 2 തട്ടിൻ്റെ അത്ര ഉള്ളൂ. ബട്ട് ഇതെന്തോന്നല്ലേ, മറ്റേ കോങ്ങിൻ്റെ പ്രൊമോഷനാണോ ഇത്? ദൈവമേ, അത് ഇത്രയ്ക്ക് വലിയ സംഭവമാണോ കോങ്ങിൻ്റെ സിനിമ? അതിൻ്റെ പ്രൊമോഷൻ്റെ സാധനം ഇതൊക്കെ. ചീസും മറ്റതും മറച്ചതും കുക്കീസും 3000 പോണ്, 2000 പോണ്. പ്രോബ്ലം ഈസ് എൻ്റെ കയ്യിൽ ഞാൻ വീണ്ടും പൈസ ഹാർഡ് ക്യാഷ് എൻ്റെ കയ്യിൽ കുറവാണ്. ഇത് മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും. അപ്പോൾ സോൾഫേൻ്റെ മണ്ടയിലോട്ടുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നതാണ്. എനിക്കൊന്ന് 31,000 won ഒരാൾക്ക്. ഇത് സ്കൈ ബ്രിഡ്ജ് സ്റ്റോർ ഇതല്ല. താങ്ക് യു. അപ്പം ഞാൻ സൂൾ സ്കൈയിലേക്ക് കയറാനുള്ള എൻ്റെ ടിക്കറ്റ് മേടിച്ചു. ജനറൽ ടിക്കറ്റും അതിൻ്റെ ഫ്ലോർ ഗൈഡുമാണ്. ഞാൻ അകത്ത് കയറിയിട്ട് കാണിച്ചു തരാം. കറൻ്റ്ലി ഇതിൻ്റെ എൻട്രൻസിന് ജസ്റ്റ് പുറത്താണ് നിൽക്കുന്നത്. 6:45 സൺസെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾറെഡി 6:22. ഞാനിപ്പോൾ കറക്റ്റ് സമയത്ത് എത്തിക്കുന്നത്. ഇവിടെ നിന്ന് മൺഡേ ഗൈഡ് വല്ലതും കാണാൻ പറ്റുമോ നോക്കട്ടെ. ഇടി അവലേക്ക് പ്രവർത്തിക്കും. ദിസ് ഈസ് ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ കൊറിയ. കൊറിയയിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് ഈ സാധനം. ആൻഡ് ഇറ്റ്സ് ദ 5th tallest tower in the world എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഓർ സോ ഇറ്റ് സീംസ്. ബട്ട് ഞാൻ ഓരോ സ്റ്റെപ്പ് ഓഫ് ദ വേ ഞാൻ കാണിച്ചു തരാം.
ഈ ബിൽഡിങ്ങിൻ്റെ സംഭവമാണ്. സോ ഔട്ടർ കവറിങ് ഗ്ലാസ് ആണ് ടവറിൻ്റെ, ഇങ്ങനെയാണ്. ആൻഡ് ദെൻ എൻ്റെ ഫൗണ്ടേഷൻ സാധനങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചേക്കുന്ന സ്റ്റീൽ ബാറും കോളംസും ഇതാണ്. Lithified rock excavated near the foundation of the tower. ഇതാണ് എൻ്റെ അടിയിൽ തറക്കല്ല്, അടിവാരം ഇതാണ്, ഈ സാധനമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഗേജ് സിസ്റ്റം. സാധനം നേരെയാണോ അല്ലയോ എന്ന്, ടവർ വെച്ചേക്കാൻ നേരെയാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ GPS മെക്കാനിസം ഇതാണ്. അളവ് ലെവൽ അറിയാൻ. ആൻഡ് ലാറ്ററൽ ഫോഴ്സ് റെസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ടോപ്പ് ഇത്. ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്ന നോക്കുമ്പോൾ that's like the history of ഈ ടവറിൻ്റെ സംഭവമൊക്കെ. എന്താ ബുർജ് അറബ് പോലെ ഇരിക്കുന്നത്. ബുർജ് അറബ് തന്നെയാണ് കേട്ടോ, ഞാൻ തെറ്റിദ്ധരിച്ചത്. ബുർജ് അറബ് തന്നെയാണ് ഉദ്ദേശിച്ചത്. ആൻഡ് ദെൻ ദ ഗാർഡിയൻ ട്രീ. വായിക്കാവോ? ഞാൻ ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്തു കേട്ടോ, ഞാൻ ഫോണിൽ നിന്ന് മാറി ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്തു. ബ്രഷ് ഓഫ് കൊറിയ വായിച്ചു നോക്കി. ഇൻട്രസ്റ്റഡ് പീപ്പിൾ ക്യാൻ റീഡ് ഇറ്റ്. ആൻഡ് ഇതാണ് സാധനം, ബ്രഷ് ഓഫ് കൊറിയ. ഫൈൻ ട്രീ. അത് കൊള്ളാമല്ലോ. വീണ്ടും ഇങ്ങനെ കാണിക്കുന്നത് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോസ്റ്റ് ആയിട്ട് വായിക്കാനായിട്ടാണ്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ലുക്സ് ലൈക്ക്. ആൻഡ് ദെൻ ഫൈനലി കുടം, മില്ലേനിയം. കാണാമല്ലോ അല്ലേ? ഐ ഹോപ്പ് ഇറ്റ്സ് വിസിബിൾ. ഇതാണ് B2 സ്കൈ ഷട്ടിൽ. അഗൈൻ ഈ ടവറിന് അങ്ങ് മണ്ട വരെ കൊണ്ടുപോകാനായിട്ട് നല്ല സ്പീഡുള്ള ഒരു ലിഫ്റ്റ് വേണമല്ലോ. സോ ദിസ് ഇസ് ലൈക്ക് അഗൈൻ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ലിഫ്റ്റ്സ് ഔട്ട് ദെയർ. വീണ്ടും ഇറ്റ്സ് ഓൾ ദി ഹിസ്റ്ററി ലെസൺസ്. മേലോട്ട് കയറാനുള്ള ക്യൂ അത്ര ആളുണ്ട്. ദൈവമേ, ഇതെന്ന് കയറാനാണ് സൺസെറ്റ് കഴിയുന്നത്. 지하 안반층에서 지상까지 총 555m의 높이를 스카이 셔틀 초속 10m 속도로 이동하시겠습니다. 한국의 중심, 서울의 아름다운 전경과 랜드마크를 즐겨보세요. You're about to travel 555 meters at speeds of 10 meters per second on our sky shuttle. At the heart of South Korea, we hope you enjoy Seoul's breathtaking cityscape as well as our landmark building. 하늘이 새로운 세상에 오신 걸 환영합니다. Welcome to a whole new world in the sky. 환영합니다. 하늘 위의 새로운 세상, 서울 스카이 전망대에 도착하였습니다.
അപ്പോൾ കറൻ്റ് നമ്മൾ ഫ്ലോർ 117 ഇരിക്കുന്നത് ഓഫ് സോൾ സ്കൈ ടവർ. ആൻഡ് 117 കാണുന്ന വ്യൂ ആണ് ഇവിടെ പുറകെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക്. പക്ഷേ ഇനിയും നമുക്ക് 3 ഫ്ലോർ അല്ല 122 വരെ നമുക്ക് കയറാൻ പറ്റും. സോ കറക്റ്റ് സൺസെറ്റിൻ്റെ ടൈമിൽ വന്ന് ജസ്റ്റ് കറക്റ്റായിട്ട് കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഞാൻ പതുക്കെ ഇതിൻ്റെ ജസ്റ്റ് മേളത്തെ ഫ്ലോറിലേക്കൊന്ന് കയറി നോക്കട്ടെ. അത് താഴെയും കൂടെയും, അതായത് ഗ്രൗണ്ടും കൂടെയും ഗ്ലാസ് ആയിട്ട് നമുക്ക് അതിൻ്റെ മേളിലേക്ക് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്ലോർ സെക്ഷനും കൂടെ ഉണ്ടെന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതും കൂടെ അങ്ങോട്ടേക്ക് പോകാൻ ഞാൻ ഈ സൈഡിൽ നിന്നുള്ള പടം ലൈക്ക് ഒരു സൈഡ് എടുത്തു, ഇനി ഓരോരോ സൈഡിൽ നിന്നുള്ള പടം എടുക്കട്ടെ കേട്ടോ സോളിൻ്റെ. അല്ലേ currently we are 478 meters above ground and ഇത് ഫ്ലോർ നമ്പർ 118 ആണ്. ഇവിടെയാണ് നമ്മൾ നോർമൽ ഈ ഗ്ലാസ് വിൻഡോ മാത്രമല്ല ഒരു ഗ്ലാസ് ഫ്ലോറും കൂടെയും ഉള്ള സ്ഥലം ഇവിടെ ഉള്ളത്. സോ അടുത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ ഹൈറ്റ്. ഓ മൈ ഗോഡ്, അത് കണ്ടോ, യു ക്യാൻ സീ ദ ഹൈറ്റ്. നിൽക്കുന്നത് തന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മേളിലാണ്, സ്റ്റാൻഡിങ് ഓൺ എ ഗ്ലാസ് ബ്രിഡ്ജ്. സോ ഡയറക്റ്റ് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്തൊരു താഴത്തോട് ദൂരം ഉണ്ടല്ലോ. എനിക്കത്രയും വളയ്ക്കാൻ പറ്റത്തില്ല, ബട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. ദിസ് ഇസ് ഹൗ ഫാർ യു ക്യാൻ സീ. സോ ടോട്ടൽ ഇത്ര 5 ബ്രിഡ്ജോ 6 ബ്രിഡ്ജ് എങ്ങാണ്ട് കണക്ട് ചെയ്യുന്നുണ്ട് ഈ 2 ഹൺഡ്രഡ് അപ്പുറ സൈഡിൽ നിന്ന് ഇപ്പുറ സൈഡിലേക്ക്. ബട്ട് ഇതാണ് ആ 2 സൈഡും. ആൻഡ് ദാറ്റ്സ് വാട്ട് യു ഗെറ്റ്. Well, we are going up to floor number 119. 119. ഓരോ ഫ്ലോർ ഞാനിങ്ങനെ കയറി ഓരോ ഫ്ലോറിൽ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിയുമ്പോൾ 122 വരെ നമുക്ക് പോകാം. ആൻഡ് 122 നിന്ന് താഴത്തേക്ക് തിരിച്ച് ആ എലിവേറ്റർ പിടിച്ച് വേണം പോകാനായിട്ട്. ആ സാധനത്തിന് ഗിന്നസ് ബുക്കിൽ വേൾഡ് റെക്കോർഡ് കിട്ടിയേക്കുന്നതാണ് ഫാസ്റ്റസ്റ്റ് ഈ എലിവേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട്. അതിന് എന്താണ്ടോ അവാർഡ് ഉണ്ടുമ്പോൾ എങ്ങാണ്ട് കിട്ടിയേക്കുന്നത്. സോ ഇതാണ് സ്കൈ ടെറസ്. ഇവിടെ നമുക്ക് നേരെ പുറത്തേക്കൂടെ ഇറങ്ങിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം കേട്ടോ. സോ നമ്മൾ ഗ്ലാസ് മേളിൽ ഗ്ലാസ് ഇല്ലാണ്ട് നമ്മൾ ഇത്ര ഹൈറ്റിൽ നിന്ന് വി ആർ ഗോയിങ് ടു ടേക്ക് ഇറ്റ്.